എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളുടെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കാണുന്നു, ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. MS വേർഡിൽ നമുക്ക് എങ്ങനെ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള പേജിനെ ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റ ഉള്ള പേജ് നമുക്ക് എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്ന്. കുറച്ച് പ്രയാസമാണെന്ന് എല്ലാവരും വിചാരിക്കുന്ന കാര്യമാണ്. കാരണം നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ച കാര്യമൊക്കെ ഡിലീറ്റ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ചേഞ്ചസ് വരാൻ സാധിക്കും. അപ്പൊ അതെങ്ങനെ സേഫ് ആയിട്ട് നമുക്ക് അതിനെ കളയാമെന്ന് ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആരും നമ്മളുടെ ഇന്നത്തെ ക്ലാസ് മിസ്സാക്കണ്ട. സോ പുതിയതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു ഫാമിലി. നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്കും അങ്ങനെ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അപ്പോൾ വേറെ വിശേഷമില്ല, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങൾ നമുക്ക് MS വേർഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഒരു പേജ് ഉണ്ട്, അതുപോലെ തന്നെ രണ്ടാമത്തെ പേജ് ബ്ലാങ്ക് ആയിട്ടുള്ള പേജാണ്, അതിനകത്ത് ഒരു കാര്യവും ഇല്ല. മൂന്നാമത്തെ പേജ് നോക്കുമ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം, നമ്മുടെ ഈ ഒരു ഡോക്യുമെന്റില് ബ്ലാങ്ക് ആയിട്ടുള്ള ഈ പേജ് നമുക്ക് എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്നാണ്. കാരണം അതിനകത്ത് ഒന്നുമില്ല, നമുക്ക് അതിനെ വേണ്ട, അതിനെ എങ്ങനെ കളയാമെന്ന് നോക്കാം. അപ്പൊ ഈ പേജിന്റെ തന്നെ ഏറ്റവും താഴെ നോക്കുമ്പോൾ നമുക്ക് കാണാം പേജ് 1 of 3, അതായത് 3 പേജ് ഉണ്ട്. അതിനകത്തെ ഒന്നാമത്തെ പേജാണിത്, രണ്ടാമത്തെ പേജാണ് ഇവിടെ കാണുന്നത്, ഏറ്റവും അവസാനം കാണുന്നത് 3 പേജ്. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും എത്ര പേജ് നമ്മുടെ ഡോക്യുമെന്റിൽ ഉണ്ടെന്ന്. ഈ താഴെ നോക്കിക്കഴിഞ്ഞാൽ കാണാം പേജ് 1 of 3 എന്ന് കാണാം. അതുപോലെ തന്നെ എത്ര വേർഡ്സ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ താഴെ ഇങ്ങനെ കാണാനായിട്ട് പറ്റും. അപ്പൊ നമ്മളുടെ ആദ്യത്തെ കാര്യത്തിലേക്ക് വരാം. നമുക്ക് ഈ ഒരു പേജ് വേണ്ട. അപ്പൊ ഈ ഒരു പേജിനെ കളയാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം സിമ്പിൾ സ്റ്റെപ്പാണ്. ഈ പേജിന്റെ ഒന്ന് സ്റ്റാർട്ടിങ്ങിൽ മൗസ് കൊണ്ട് വെച്ചിട്ട് ഒന്ന് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതായത് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഈ ടൈപ്പിംഗ് തുടങ്ങുന്നതിന്റെ അവിടെ. അപ്പൊ നമുക്കറിയത്തില്ല എവിടാ തുടങ്ങുന്നതെന്ന്. നമ്മൾ ഇതിന്റെ ഈ ഒരു ഏകദേശം ഒന്ന് ഇവിടെ ആയിട്ട് നമ്മൾ മൗസ് കൊണ്ട് വെച്ചൊന്ന് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം കർസർ അവിടെ വന്നിട്ടുണ്ട്. കർസർ എന്ന് പറഞ്ഞാൽ ബ്ലിങ്കിങ് ബ്ലാങ്ക് ലൈൻ, ഒരു ലൈൻ ഇങ്ങനെ വരികയും പോവുകയും ചെയ്യുന്നതായിട്ട് കാണാം. ഇനി ചെയ്യേണ്ടത് കീബോർഡിൽ ബാക്ക് സ്പേസ് എന്ന് പറയുന്ന ഒരു കീ ഉണ്ട്. അപ്പൊ ബാക്ക് സ്പേസ് കീ ഒന്ന് പ്രസ് ചെയ്യുക. ചിലപ്പോൾ ഒന്ന് പ്രസ് ചെയ്യുമ്പം ആ ഒരു ബ്ലാങ്ക് പേജ് അവിടെ പോകത്തില്ല, ഒന്നും കൂടെ നമ്മൾ പ്രസ് ചെയ്യണം. അതായത് ബാക്കി സ്പേസ് എല്ലാം കളഞ്ഞിട്ട് ആ പേജ് അങ്ങ് ഡിലീറ്റ് ചെയ്യുവാണ്. അപ്പൊ ഒന്നും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു പേജ് അവിടുന്ന് ഡിലീറ്റ് ആയി പോയി. സിമ്പിൾ ആണ്. ഇവിടെ താഴെ നോക്കിയാലും മനസ്സിലാകും പേജ് 1 of 2, അതായത് നമ്മുടെ 3 പേജ് ആയിരുന്നു, അതിനകത്ത് ആ ബ്ലാങ്ക് ആയിട്ടുള്ള പേജ് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ചെയ്ത കാര്യം, നമ്മുടെ ഈ ബ്ലാങ്ക് ആയിട്ടുള്ള പേജ്, നമുക്ക് വേണ്ടാത്ത പേജിന്റെ സ്റ്റാർട്ടിങ്ങിൽ എവിടെയെങ്കിലും ഒന്ന് മൗസ് കൊണ്ട് വെച്ചിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കർസർ അവിടെ വരുന്നുണ്ട്. പക്ഷെ ഇത് ഹെഡറിനകത്താ വന്നിരിക്കുന്നത്. ഹെഡർ എന്ന് പറഞ്ഞാല് ഇച്ചിരി മുകളിൽ ഇച്ചിരി സ്ഥലം നമുക്ക് വിട്ടിട്ടാണ് താഴോട്ടാണ് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ ജസ്റ്റ് താഴോട്ട് ഹെഡറിന്റെ താഴോട്ടൊന്ന് മൗസ് കൊണ്ട് വെച്ച് ക്ലിക്ക് ചെയ്യുക. മൗസ് കൊണ്ട് വെച്ച് ക്ലിക്ക് ചെയ്യാന്ന് പറയുമ്പോൾ 2 തവണ നമ്മൾ ക്ലിക്ക് ചെയ്താലേ കർസർ അവിടെ വരത്തുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കിയപ്പോ കർസർ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഡിലീറ്റ് ചെയ്യാനായിട്ട് ചെയ്യേണ്ട കാര്യം ബാക്ക് സ്പേസ് കീ ഒന്ന് പ്രസ് ചെയ്യുക. ഒന്ന് പ്രസ് ചെയ്തപ്പോൾ ഒരു സ്പേസ് പുറകോട്ട് പോയി, ബ്ലാങ്ക് ആയിട്ടുള്ള പേജ് നമ്മുടെ പോയിട്ടില്ല. വീണ്ടും ഒന്നുകൂടെ ഒന്ന് ബ്ലാങ്ക് സ്പേസ് പ്രസ് ചെയ്യുക. അപ്പോഴും നമ്മുടെ ബ്ലാങ്ക് ആയിട്ടുള്ള പേജ് പോയിട്ടില്ല. വീണ്ടും ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പൊ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ പേജ് അവിടെ നിന്ന് പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരു തവണ പ്രസ് ചെയ്യുമ്പോൾ അത് പോകത്തില്ല, ഒന്ന് ജസ്റ്റ് 1-2 തവണ ഒന്ന് പ്രസ് ചെയ്യുക. ഇനി ഈ ബ്ലാങ്ക് ആയിട്ടുള്ള പേജിന്റെ ഏറ്റവും സെന്ററിലോ നടുക്കോ അവസാനമോ ഒക്കെ ആയിരിക്കും നമ്മളൊന്നുകൊണ്ട് ക്ലിക്ക് ചെയ്യുക എന്ന് വിചാരിച്ചോ. നമ്മൾ അതിന്റെ ആദ്യം ക്ലിക്ക് ചെയ്തില്ല, ചിലപ്പോൾ അതിന്റെ സെന്ററിലോ അല്ലെങ്കിൽ അവസാനത്തെ ആ ഒരു പോർഷനിലോ എവിടെയെങ്കിലും ആണ് നമ്മൾ ഇങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്തത്. അപ്പൊ ഇനി ആ ബ്ലാങ്ക് പേജ് കളയാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം നേരത്തെ പറഞ്ഞ സ്റ്റെപ്പ് തന്നെയാണ്. ബാക്ക് സ്പേസ് ഒന്ന് പ്രസ് ചെയ്യുക. ഇങ്ങനെ പ്രസ് ചെയ്യുന്ന അനുസരിച്ച് പുറകോട്ട് ഇങ്ങനെ കർസർ പോകും. അങ്ങനെ വന്ന് ആ പേജിന്റെ ആദ്യം വന്നിട്ട് പിന്നെ ആദ്യം വന്നിട്ട് വീണ്ടും പുറകോട്ട് പോകും. വീണ്ടും പുറകോട്ട് പോയി കഴിയുമ്പോഴാണ് ആ ഒരു പേജ് ഡിലീറ്റ് ആവുന്നത്. അപ്പൊ ജസ്റ്റ് അത് ഡിലീറ്റ് ആവുന്ന വരെ നമ്മളിങ്ങനെ ബാക്ക് സ്പേസ് ഒന്ന് പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് നമ്മുടെ ഡോക്യുമെന്റിലുള്ള ബ്ലാങ്ക് ആയിട്ടുള്ള പേജിനെ ഡിലീറ്റ് ചെയ്ത് കളയുന്നത്. അപ്പൊ എല്ലാവരും പ്രയാസം വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ്. സിമ്പിൾ ആണ്. നമ്മൾ ഈ ബാക്ക് സ്പേസ് ഒരു തവണ പ്രസ് ചെയ്യുമ്പോൾ അത് ഡിലീറ്റ് ആകത്തില്ല. ജസ്റ്റ് ഒന്ന് 1-2 തവണ നമ്മുടെ കർസർ ഇരിക്കുന്നത് എവിടാണോ അവിടുന്ന് ഇത് പുറകോട്ട് പോയി ആ പേജ് ഫുള്ള് കഴിയണം, എങ്കിലേ ആ ഒരു കാര്യം ഡിലീറ്റ്.
ഇനിയിപ്പോ നമ്മൾ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യമാണ്. എല്ലാവരും ഡൗട്ട് ചോദിക്കുന്നതാണ്. മിസ്സേ, നമ്മൾ ടൈപ്പ് ചെയ്തതിനകത്ത് കുറെ കണ്ടന്റ് ഉണ്ട്, പക്ഷെ ആ പേജ് നമുക്ക് വേണ്ടെങ്കിൽ അതിനെ എങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയണമെന്ന്. നമ്മൾ സാധാരണ ഇങ്ങനെ ബാക്ക് സ്പേസ് അടിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഡിലീറ്റ് ചെയ്തൊക്കെ കഴിയുമ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കാര്യത്തിനകത്ത് അൾട്ടർനേഷൻസ് വരാൻ സാധ്യതയുണ്ട്, ചില മാറ്റങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ മാറ്റങ്ങളൊന്നും വരാതെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആ പേജിനെ എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്ന് ഒരുപാട് പേർക്ക് ഉള്ള ഒരു സംശയമാണ്. അപ്പൊ ഇന്നത്തെ ഈ ക്ലാസ്സോട് കൂടി നമ്മുടെ ആ ഒരു സംശയമൊക്കെ മാറും. നമ്മുടെ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പേജ് ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം, കീബോർഡില് കൺട്രോൾ കീ, അതായത് CTRL എന്ന് പറയുന്ന ഒരു കീ കീബോർഡിലുണ്ട്. കീബോർഡ് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് സൈഡിലും കാണാൻ പറ്റും. അതിനകത്ത് എവിടെയെങ്കിലും പ്രസ് ചെയ്താൽ മതി. നമ്മുടെ ഇഷ്ടമാണ്. ഒന്നെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ കിടക്കുന്നത് പ്രസ് ചെയ്യാം. ഇത് കാണുന്ന പോലെ ഈ രണ്ട് സൈഡിലുണ്ട്, നമ്മുടെ ഇഷ്ടമാണ്. അപ്പൊ ഏതെങ്കിലും ഒരു കൺട്രോൾ ഒന്ന് പ്രസ് ചെയ്യുക. CTRL, നമ്മൾ അതിനെ റീഡ് ചെയ്യുന്നത് കൺട്രോൾ എന്നാണ്. ഇനിയും ആൽഫബറ്റ് G, അതായത് ഗ്രൂപ്പ് ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ് കൺട്രോളും ജിയും. കൺട്രോൾ പ്ലസ് G എന്ന് പറഞ്ഞാൽ അറ്റ് ദ സെയിം ടൈം കൺട്രോൾ കീയും പ്രസ് ആയിരിക്കണം, ആൽഫബറ്റ് ജിയും പ്രസ് ആയിരിക്കണം. അല്ലാതെ നമ്മള് കൺട്രോൾ പ്രസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് G പ്രസ് ചെയ്താൽ ആ ഒരു കാര്യം വർക്കാകത്തില്ല. ഒരേ സമയത്ത് തന്നെ CTRL എന്ന് പറയുന്ന കീയും പ്രസ് ആയിരിക്കണം, അതുപോലെ ആൽഫബറ്റ് ജിയും പ്രസ് ആയിരിക്കണം. രണ്ട് കീയും പ്രസ് ആയിരുന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഗോ ടുയിലേക്കുള്ള ഒരു പേജ് ഇങ്ങനെ ഓപ്പൺ ആയി വരത്തുള്ളൂ. അതായത് ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്ന് പറയുന്ന ഒരു പേജ് വന്നിട്ടുണ്ട്. ഇതില് നമുക്ക് ഈ സൈഡിലത്തെ പേജ് എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് വേണ്ടത്. ഇവിടെ നോക്കിക്കഴിയുമ്പോൾ പേജ് ഉണ്ട്, സെക്ഷൻ ഉണ്ട്, ലൈൻ ഉണ്ട്, ബുക്ക് മാർക്ക് ഉണ്ട്, കമന്റ് ഉണ്ട്, അങ്ങനെ ഫുഡ് നോട്ട് ഉണ്ട്, അങ്ങനെ നിരവധി ഓപ്ഷൻസ് കാണാം. പക്ഷെ നമുക്ക് ഇവിടെ ആവശ്യം ഈ സൈഡിൽ കിടക്കുന്ന പേജ് എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. അപ്പൊ ഈ പേജ് എന്ന് പറയുന്ന ഇതിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക. എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ എന്റർ പേജ് നമ്പർ എന്ന് പറഞ്ഞ ഒരു വലിയ നീളത്തിലുള്ള ഒരു ബോക്സ് ഉണ്ട്. അവിടോട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമുക്കൊരു കാര്യം അവിടോട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നേരെ നമ്മൾ പോയി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യം അവിടെ വരത്തില്ല. കാരണം കർസർ എവിടാണോ ഇരിക്കുന്നത് ആ സ്ഥലത്ത് മാത്രമേ നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. കർസർ എന്ന് പറഞ്ഞാൽ മൗസ് എവിടെയാണെന്ന് നമ്മളെ അറിയിക്കുന്ന ആളാണ്. അതായത് മൗസ് അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. മൗസ് അവിടെ വരണമെങ്കിൽ ഈ ഇത്ര നീളത്തിലുള്ള ഈ ബോക്സിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക. എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം കർസർ ഇവിടെ വന്നിട്ടുണ്ട്. അതായത് ഒരു ബ്ലിങ്കിങ് ബ്ലാങ്ക് ലൈൻ, ഒരു ലൈൻ ഇങ്ങനെ വരികയും ചെയ്യും പോവുകയും ചെയ്യും. അതാണ് കർസർ എന്ന് പറഞ്ഞാല്. ഈ കർസർ ഉണ്ടെങ്കിലേ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നമ്മൾ അവിടെ ടൈപ്പ് ചെയ്യേണ്ട കാര്യം, ഒരു ബാക്ക് സ്ലാഷ് കൊടുക്കണം. കീബോർഡ് നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ഒരു ബാക്ക് സ്ലാഷ് കാണാം. അപ്പം ജസ്റ്റ് ഒന്ന് കാണിച്ചിരിക്കും, ഇതാണ് ബാക്ക് സ്ലാഷ്. സാധാരണ സ്ലാഷ് നമ്മൾ ഇതാണ് കൊടുക്കുന്നത്. അപ്പൊ ഈ സ്ലാഷ് അല്ല നമുക്ക് വേണ്ടത്, ഇതാണ് ഡിലീറ്റിന്റെ തൊട്ട് അപ്പുറത്തിരിക്കുന്ന ഈ ഒരു ബാക്ക് സ്ലാഷ് ആണ് വേണ്ടത്. ചില കീബോർഡില് ബാക്ക് സ്പേസിന്റെ താഴെയായിരിക്കും. ഇത് ഓൺ സ്ക്രീൻ കീബോർഡ് ആയതുകൊണ്ട് ഡിലീറ്റിന്റെ ഇപ്പുറത്ത്. അപ്പൊ നമ്മളിങ്ങനെ നോക്കിയാൽ മതി. സാധാരണ നമ്മൾ ഇടുന്ന സ്ലാഷ് അല്ല, ചരിഞ്ഞ വരെയല്ല, അതിന്റെ നേരെ തിരിഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ബാക്ക് സ്ലാഷ് ഒന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം പേജ് എന്ന് ടൈപ്പ് ചെയ്യുക. സ്പേസിന്റെ ആവശ്യമൊന്നുമില്ല. ബാക്ക് സ്ലാഷ് ടൈപ്പ് ചെയ്തു, അതിന്റെ കൂടെ തന്നെ പേജ് എന്ന് ടൈപ്പ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഗോ ടു എന്ന് പറയുന്ന ഓപ്ഷനും ഉണ്ട്, ക്ലോസ് എന്ന് പറയുന്ന ഓപ്ഷനും ഉണ്ട്. നമുക്ക് ഇവിടെ ആവശ്യം ഈ ഗോ ടു എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ആണ്. അപ്പൊ ഈ ഗോ ടു എന്ന് പറയുന്ന ഇതിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക. എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാം നമ്മുടെ ആ പേജ്, നമ്മൾ കൊടുത്ത ആ പേജ് ഫുള്ള് സെലക്ട് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വലിയ ഈ ബോക്സിന്റെ ആവശ്യമില്ല. ഈ ബോക്സിനെ അങ്ങ് ക്ലോസ് ചെയ്ത് കളയാം. അപ്പൊ ക്ലോസ് ബട്ടൺ എന്ന് പറഞ്ഞാല് ഈ എക്സ് എന്ന് പറഞ്ഞാൽ അതും ക്ലോസ് ആണ്, താഴെ കാണുന്നതും ക്ലോസ് ആണ്. നമ്മുടെ ഇഷ്ടമാണ്. ഒന്നെങ്കിൽ ഈ എക്സിൽ നിന്ന് ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ക്ലോസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പൊ ഇതിന്റെ എവിടെയെങ്കിലും ഒന്ന് വെക്കുക. എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാം ആ ഒരു പേജ് ഇങ്ങനെ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. ഇനിയും നമുക്ക് ഈ പേജിലുള്ള കാര്യങ്ങളൊക്കെ കളയാനായിട്ട് ഒന്നുമില്ല, കീബോർഡിലെ ഡിലീറ്റ് എന്ന് പറയുന്ന കീ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പൊ നമ്മൾ കീബോർഡിലെ ഡിലീറ്റ് എന്ന് പറയുന്ന കീ പ്രസ് ചെയ്ത ആ സമയത്ത് തന്നെ നമുക്ക് കാണാം ആ പേജ് അവിടെ നിന്ന് പോയിട്ടുണ്ട്. അപ്പൊ താഴെ നോക്കിക്കഴിഞ്ഞാൽ പേജ് 1 of 1, അതായത് ഒരു പേജ് മാത്രമേ ഉള്ളൂ. നേരത്തെ 3 പേജായിരുന്നു. ഒന്ന് ബ്ലാങ്ക് ആയിട്ടുള്ള പേജ് ആയിരുന്നു, അത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു.
ഇപ്പം നമ്മൾ ചെയ്തത് നമ്മുടെ ഡാറ്റ അടങ്ങിയ ഒരു പേജ്, അതും ഇപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യം ജസ്റ്റ് ഒന്നുകൂടെ നോക്കാം. കാരണം ഇതൊക്കെ നമുക്ക് പറയാൻ ഒത്തിരി സമയത്തിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ നമ്മുടെ ക്ലാസ് കാണുന്നത് ഒരുപാട് ക്ലാസ്സിൽ പോയി പഠിച്ചിട്ടും പഠിക്കാൻ സാധിക്കാത്തവരും ഒക്കെയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് സമയം എടുത്ത് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞ ബ്ലാങ്ക് ആയിട്ടുള്ള പേജ് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ സിമ്പിൾ ആണ്. ജസ്റ്റ് ഒന്ന് ആ പേജിന്റെ ആദ്യം ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആദ്യം ക്ലിക്ക് ചെയ്യാൻ പറയുന്നത് എന്താന്ന് വെച്ചാല്, ആദ്യം ക്ലിക്ക് ചെയ്താല് 1 2 തവണ നമുക്ക് ബാക്ക് സ്പേസ് കീ ഒന്ന് പ്രസ് ചെയ്താൽ മതി. നമ്മൾ അതിന്റെ ഇടയ്ക്കോ അല്ലെങ്കിൽ നടുക്കോ അവസാനമോ ഒക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് ആ പേജ് സ്പേസ് എല്ലാം പുറകോട്ട് വന്ന് കുറച്ച് സമയം എടുക്കും. അതുകൊണ്ടാണ്. അപ്പൊ ഈ ഡിലീറ്റ് ചെയ്യേണ്ട പേജ് ഏതാണോ അതിന്റെ ആദ്യത്തെ ഒരു പോർഷനിൽ ഒന്ന് മൗസ് കൊണ്ടുവച്ചിട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ബ്ലാങ്ക് പേജ് ഡിലീറ്റ് ചെയ്യാൻ കീബോർഡിലെ ബാക്ക് സ്പേസ് കീ ഒന്ന് പ്രസ് ചെയ്യുക. ചിലപ്പോൾ ഒരു സമയം പ്രസ് ചെയ്യുമ്പോൾ പോകത്തില്ല, ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു പേജ് ഡിലീറ്റ് ആയി പോകും. ഇനി നമ്മുടെ കയ്യിൽ ഡാറ്റ ഉള്ള ഒരു പേജാണ് നമുക്ക് കളയേണ്ടത്. നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ വിവരങ്ങൾ അടങ്ങിയ ഒരു പേജാണ് കളയേണ്ടതെങ്കിൽ അതിന് ചെയ്യേണ്ട സ്റ്റെപ്പ്, കീബോർഡിലെ കൺട്രോൾ കീ CTRL എന്ന് പറയുന്ന കൺട്രോൾ കീയും ആൽഫബറ്റ് ജിയും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പുതിയൊരു പേജ് ഇങ്ങനെ വരും. ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്ന് പറയുന്ന ഒരു പേജ്. ഇതിന്റെ ഈ സൈഡിൽ ഓപ്ഷനിൽ നിന്നും പേജ് എന്നുള്ളത് സെലക്ട് ചെയ്യണം. എന്നിട്ട് എന്റർ പേജ് നമ്പർ എന്നുള്ളിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. കാരണം നമുക്ക് അവിടെ ടൈപ്പ് ചെയ്യാനുണ്ട്. അപ്പൊ ടൈപ്പ് ചെയ്തത് വരണമെങ്കിൽ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കർസർ അവിടെ വന്നിട്ടുണ്ട്. ഇനി കീബോർഡിലെ ബാക്ക് സ്ലാഷ്, അതായത് എന്റർ കീയുടെ മുകളിൽ ഇരിക്കുന്ന ബാക്ക് സ്ലാഷ്, സാധാരണ സ്ലാഷ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നത്, ഇതല്ല ബാക്ക് സ്ലാഷ്. എന്നിട്ട് അതിനോടൊപ്പം തന്നെ പേജ് എന്ന് ടൈപ്പ് ചെയ്യണം. സ്പേസിന്റെ ആവശ്യമില്ല, പേജ് എന്ന് ടൈപ്പ് ചെയ്യുക. ഈ ഗോ ടു എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഈ പേജിന്റെ ആവശ്യം നമുക്കില്ല, ഇതിനെ ക്ലോസ് ചെയ്ത് കളയുക. അപ്പൊ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു പേജിലുള്ള കാര്യങ്ങളെല്ലാം സെലക്ട് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, കീബോർഡിലെ ഡിലീറ്റ് എന്ന് പറയുന്ന കീ ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുന്ന ആ ടൈമിൽ തന്നെ ആ ഒരു പേജ് അവിടുന്ന് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഡാറ്റ ഉള്ള പേജ് ഡിലീറ്റ് ചെയ്യുന്നതും ഡാറ്റ ഇല്ലാത്ത ബ്ലാങ്ക് ആയിട്ടുള്ള പേജ് ഡിലീറ്റ് ചെയ്യുന്നതും. അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചോ, നിങ്ങൾക്കത് എളുപ്പമായോ എന്നൂടെ പറയുക. നാളെ എപ്പോഴും നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.